അതിലാദ്യം ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്റർ ഉണ്ടല്ലോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ള ആ ടോപ്പിക്ക് പഠിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗറും ഡയമെൻഷനും. പിന്നീട് അവിടെ നിന്ന് പെർസെൻറ്റേജ് എറർ. ഈ 3 ടോപ്പിക്സ് പഠിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഡയമെൻഷൻ, പെർസെൻറ്റേജ് എറർ. പിന്നെ ഒരു റൗണ്ടിങ് ഓഫ് ഉണ്ടല്ലോ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതും കൂടി നോക്കണം. ഓക്കെ. ഇതിൽ ഈ പെർസെൻറ്റേജ് എറർ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഇപ്പോൾ കീമിന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു ക്വാണ്ടിറ്റി തന്നിട്ട് അതിൻ്റെ പവർ അവർ തന്നിരിക്കും. അതിൽ നിന്ന് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഡയമെൻഷൻ, പെർസെൻറ്റേജ് എറർ, റൗണ്ടിങ് ഓഫ്. ഇത്രയും ടോപ്പിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ ഇല്ലേ. ആ സ്ട്രൈറ്റ് ലൈനകത്ത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആവറേജ് വെലോസിറ്റിയുടെ കേസുകൾ. ആവറേജ് വെലോസിറ്റിക്ക് കുറേ ഡിഫറെൻറ്റ് കേസുകളില്ലേ. 2v1 v2 by v1 plus v2, അതുപോലെ v1 plus v2 by 2, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കേസുകൾ ആവറേജ് വെലോസിറ്റി എന്നുള്ള ടോപ്പിക്ക് പഠിക്കണം. അതിനുശേഷം അതിനകത്ത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കണം. അതായത് ഇനി നമുക്കുള്ള അവശേഷിക്കുന്ന ദിവസങ്ങളിൽ പഠിച്ച് തീർക്കേണ്ട സാധനങ്ങൾ ഇത്രയും പഠിച്ചിട്ടേ ബാക്കി എന്തും പഠിക്കാവൂ. അതായത് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയകളാണ് ഈ പറയുന്നത്. ചാപ്റ്റർ ഫുൾ പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്രയും ടോപ്പിക്സ് എന്തായാലും പഠിക്കണം. ആവറേജ് വെലോസിറ്റി, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതുപോലെ ഫ്രീ ഫോൾ. ആവറേജ് വെലോസിറ്റി, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ഫ്രീ ഫോൾ. പിന്നെ ന്യൂട്ടൻ്റെ ഇക്വേഷൻസ്. നമ്മുടെ 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ആവറേജ് വെലോസിറ്റിയുടെ ടോപ്പിക്സ് പഠിക്കുക, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പഠിക്കുക, ഫ്രീ ഫോൾ, ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. പിന്നെ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് വെലോസിറ്റി, അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ. എപ്പോഴാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴല്ലേ. അതുപോലെ തിരിച്ച് ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റി, വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിക്കോണം. സ്ഥിരം ചോദിക്കുന്നൊരു ടൈപ്പാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ആക്സിലറേഷൻ തന്നിട്ട് ഒരു ലിമിറ്റ് തരും. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അതിൻ്റെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇവിടെ നിന്ന് ഗ്രാഫുകളുണ്ട്. ഗ്രാഫുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാഫുകൾ നോക്കണം. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ വന്നിട്ട് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിനകത്ത് തുടക്കത്തിൽ വെക്ടറിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെ ചില പ്രോപ്പർട്ടീസ്. പിന്നെ ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ പ്രൊജക്ടൈലിൻ്റെ ടേംസ് എല്ലാം പഠിക്കണം. പ്രൊജക്ടൈലിൻ്റെ ടേംസ് മീൻസ് റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്. പിന്നെ ഇതിനകത്ത് നിന്ന് സർക്കുലാർ മോഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് ചോദിച്ചിരിക്കും. സർക്കുലാർ മോഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുന്നത് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനിൽ വന്നിട്ട് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അതുപോലെ ഒമേഗയുണ്ട്, അതുപോലെ ആൽഫയുണ്ട്. ഒമേഗയ്ക്ക് അറിയാലോ d(θ/dt), ആൽഫയാകുമ്പോൾ d(ω/dt). പിന്നെ സർക്കുലാർ മോഷനിലുള്ള ബോഡിയുടെ നെറ്റ് ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പ്ലസ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതായത് സർക്കുലാർ മോഷൻ എന്നുള്ള ടോപ്പിക്ക് നല്ലതുപോലെ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കിട്ടും. പ്രൊജക്ടൈൽ മോഷൻ, പിന്നെ വെക്ടർ. വെക്ടർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നോട്ട് ചെയ്തോ? ഓക്കെ. നാലാമത്തേത് അടുത്തത് നമ്മൾ വന്നിട്ട് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ അല്ലേ.
ആ സർ. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിനകത്ത് പ്രോബ്ലം നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അത് വരുന്നത് എവിടേക്കാ? ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ മറ്റേ നമ്മുടെ റീകോയിൽ ഓഫ് ഗൺ ഉണ്ട്, എക്സ്പ്ലോഷൻ ഓഫ് ബോൾ. എക്സ്പ്ലോഷൻ ഓഫ് ബോൾ ഉണ്ട്, ഒരു ഫയർ ക്രാക്കർ പൊട്ടിത്തെറിക്കുന്ന പ്രോബ്ലം ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ P1 P2 മൂന്നാമത്തെ ആളുടെ മൊമെന്റം ഇങ്ങോട്ടായിരിക്കണം എന്നൊക്കെ കണ്ടുപിടിക്കാൻ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൺസർവേഷൻ മൊമെന്റവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് പഠിച്ചിരിക്കണം. പിന്നെ ഒരു ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഒരു ബോഡി ഉരുണ്ട് വരുന്ന കേസ്, അതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന കേസുകൾ നമുക്കറിയാം. ഒരു ബോഡി ഇങ്ങനെ വരുമ്പോൾ ഇയാളുടെ വെയിറ്റ് mg താഴേക്കുണ്ട്, നോർമൽ റിയാക്ഷൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോവും. പിന്നെ ആ mgയുടെ ഒരു കമ്പോണന്റ് ഉണ്ടാവില്ലേ ഇങ്ങോട്ട്, mgയുടെ സൈൻ തീറ്റ കമ്പോണന്റ്, പിന്നെ ഇതിങ്ങോട്ട് mg കോസ് തീറ്റ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അതായത് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന കേസൊക്കെ തന്നെയായിരിക്കും വരിക. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. കണക്റ്റഡ് സിസ്റ്റം ബോഡിയുടെ ഒക്കെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ്, അത് സിമ്പിൾ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നമ്മുടെ സിമ്പിൾ പുള്ളി ഉണ്ടല്ലോ, ഒരു സിംഗിൾ ഫിക്സഡ് പുള്ളി, ഇതിന്റെ കേസിൽ ആക്സിലറേഷനും ടെൻഷനും ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. കഴിഞ്ഞ നീറ്റിന് ചോദിച്ചതാണേ, സിമ്പിൾ പുള്ളി, സിംഗിൾ ഫിക്സഡ് പുള്ളി, M1G M2G, വലിയ മാസ് M1 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്ര? വലുതെന്ന് ചേർത്ത് കുറയ്ക്കണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ആയില്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനകത്ത് വരുന്നത് ലിഫ്റ്റ് എന്നൊരു ടോപ്പിക് ഉണ്ടല്ലോ, ആക്സിലറേറ്റിംഗ് അപ്വേർഡ് ഡൗൺവേർഡ്. ഈ ക്വസ്റ്റ്യൻസ് കൂടി നോക്കണം. ഇതിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനൊക്കെയാണ്. കണക്റ്റഡ് ബോഡി ഒന്നും ഇല്ലേ സാർ? ഉണ്ട്, അതാ പറഞ്ഞ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസേ. ഇങ്ങനെ കുറെ 3 ബോഡീസ് ഉണ്ട്, ഇതിന്റെ മാസ് തന്നിരിക്കും, ഇതിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഫോഴ്സ് F എന്ന് പറയും. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എന്താ വരിക? F ഡിവൈഡഡ് ബൈ M1 പ്ലസ് ടോട്ടൽ മാസ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. ആക്സിലറേഷൻ അതിന്റെ ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ ആ ടൈപ്പിലുള്ള ഒരു സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അത്രയും ടോപ്പിക്സ് ആ ചാപ്റ്ററിൽ നിന്ന് നോക്കുക. പിന്നെ സമയം കിട്ടിയാൽ അതിലെ ഫ്രിക്ഷൻ എന്നൊരു ടോപ്പിക് ഉണ്ടല്ലോ, ഫ്രിക്ഷൻ, ബാങ്കിങ് ഓഫ് റോഡ്, ആ ഒരു ടോപ്പിക്കും കൂടി നോക്കണം. ഓക്കെ, അത് സമയം കിട്ടുവാണെങ്കിൽ നോക്കിയാൽ മതി. അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവറിൽ കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും. കൺസർവേഷൻ ഓഫ് എനർജി, അതായത് ഒരു എനർജി മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ? അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കീമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു, എന്തോ ഒരു ബോഡി ഉരുണ്ട് വരുന്നത് ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യിക്കുന്ന കേസ് കീമിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇയാളുടെ എനർജി 12 mv², അത് സ്പ്രിങ്ങിൽ എത്തുമ്പോൾ എന്തായി മാറും? 12 kx². അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ K വാല്യൂ കണ്ടുപിടിക്കുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ബോഡിയെ നമ്മൾ ഉരുട്ടി വിട്ടാൽ അയാൾ എത്ര ഹൈറ്റ് വരെ ഇവിടെ പോവും? ഇതെല്ലാം കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, കൺസർവേഷൻ ഓഫ് എനർജി. അതിനുശേഷം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇത് വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ.
വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇപ്പോൾ. ഓക്കെ സർ. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അത് പഠിക്കുക. അത്രയാണ് ആ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത്. പിന്നെ സമയം കിട്ടിയാൽ കൊളിഷനും കൂടി നോക്കണം. സമയം കിട്ടിയാൽ മാത്രം. ഓക്കെ. അടുത്തത് നമ്മുടെ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിനകത്ത് വന്നിട്ട് ഈ സാറ്റലൈറ്റിന്റെ എനർജി ഉണ്ടല്ലോ, എനർജി ഓഫ് സാറ്റലൈറ്റ്, പിന്നെ ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, പിന്നെ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മാറാൻ ചെയ്യേണ്ടി വരുന്ന വർക്കുണ്ടല്ലോ, ഓർബിറ്റ് ട്രാൻസിഷൻ. ആ സമയത്ത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ആയിരിക്കില്ലേ. പിന്നെ കെപ്ലേഴ്സ് ലോയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കീമിനും ചോദിച്ചിരുന്നു കെപ്ലേഴ്സ് ലോ. കെപ്ലേഴ്സ് ലോ 3 ഇല്ലേ. പിന്നെ ഇവിടുന്ന് വേരിയേഷൻ ഓഫ് ജി, ലാസ്റ്റ് കീമിനും ചോദിച്ചതാ. സോറി, കീമല്ല, നീറ്റിനും. ഒരു ബോഡിയെ ഇവിടെ നിന്ന് ഇത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോയാൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണ്? ഇത്രയും വർക്ക് എനർജി പവറിൽ ചെയ്യണം. അടുത്ത് വന്നിട്ട് റൊട്ടേഷണൽ ഡൈനാമിക്സ് ചാപ്റ്ററിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചോദിച്ചിരിക്കും. പിന്നീട് റോളിംഗ് ബോഡിയുടെ എനർജി, റോളിംഗ് ബോഡിയുടെ എനർജി. പിന്നെ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ബോഡികളുടെ, okay. Moment of inertia, radius of gyration. റോളിംഗ് ബോഡി, അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇത്രയും കാര്യങ്ങളോടൊന്ന് നോക്കണം. പിന്നെ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം കൺസർവേഷനിൽ L ഈസ് ഈക്വൽ ടു I ഒമേഗ, അല്ലെങ്കിൽ I1 ω1 ഈക്വൽ ടു I2 ω2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. മറ്റേ എർത്ത് ഷ്രിങ്ക് ചെയ്യുന്ന കേസൊക്കെ ഉണ്ടല്ലോ, ചെയ്ത് നോക്കണം. അടുത്ത ചാപ്റ്ററിനകത്ത് സോളിഡ്സിനകത്ത് നമ്മുടെ 3 മോഡുലസും പഠിക്കണം. യങ്സ് ബൾക്ക് റിജിഡിറ്റി, അതുപോലെ കംപ്രസിബിലിറ്റി, പിന്നെ സിഗ്മ പോയിസൺസ് റേഷ്യോ. പിന്നെ ഇവിടെ എനർജി സ്റ്റോർഡ്, ഇപ്പൊ കീമിനും ചോദിച്ചതാണ് എനർജി സ്റ്റോർഡ്. എനർജി സ്റ്റോർഡ്, എനർജി ഡെൻസിറ്റി, ആ 2 ഇക്വേഷൻസും കൂടി ആകുമ്പോൾ അത് തീരും. അടുത്തത് ഫ്ലൂയിഡ് ചാപ്റ്റർ, വലിയ ചാപ്റ്ററാണ്. ആ വലിയ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കാപ്പിലറി റൈസ്, കാപ്പിലാരിറ്റി. സ്ഥിരം ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കുന്നതാണ് കാപ്പിലാരിറ്റി. പിന്നെ വന്നിട്ട് സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, സർഫസ് ടെൻഷൻ, ബെർണോളീസ് പ്രിൻസിപ്പിളിന്റെ തിയറി പാർട്ട് എന്തെങ്കിലും, ബെർണോളീസ് പ്രിൻസിപ്പിളിന്റെ തിയറി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ. കാപ്പിലാരിറ്റി ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് സർഫസ് ടെൻഷൻ, ബെർണോളീസ് പ്രിൻസിപ്പിൾ, പിന്നെ എക്സസ് പ്രഷർ. ഇത്രയും സാധനങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഇത്രയും പഠിച്ചിട്ടേ സമയമുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലെ മറ്റു കാര്യങ്ങൾ പഠിക്കാവൂ. കാപ്പിലാരിറ്റി, സർഫസ് ടെൻഷൻ, ബെർണോളീസ് പ്രിൻസിപ്പിൾ, എക്സസ് പ്രഷർ, വിസ്കോസിറ്റി കൂടിയുണ്ട്. ഇത്രയും സാധനങ്ങൾ പഠിച്ചിട്ടേ ബാക്കി എന്തും ഈ ചാപ്റ്ററിൽ നോക്കാവൂ. ഓക്കെ. അടുത്തത്
തെർമൽ പ്രോപ്പർട്ടി വരുന്ന ആ തെർമോമെട്രിയുടെ ആ യൂണിറ്റ് ഉണ്ടല്ലോ, ആ യൂണിറ്റിൽ നിന്ന് ചോദിക്കാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. തെർമോഡൈനാമിക് പ്രോസസ്, അതായത് ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡയബാറ്റിക്, നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. എല്ലാ പ്രോസസ്സുകളും പഠിക്കണം. ഒരു പ്രോസസ്സ് ഷുവർ ആയിട്ട് ചോദിക്കും. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് അഡയബാറ്റിക് പ്രോസസ്സ് ചോദിക്കുന്നു. കീമിന് ഇപ്പോൾ ചോദിച്ചതും അഡയബാറ്റിക് പ്രോസസ്സാണ്. തെർമോഡൈനാമിക് പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് എഫിഷ്യൻസി. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിലും ഇക്വേഷൻ പാർട്ടിൽ അത് നോക്കണം. എഫിഷ്യൻസി. പിന്നെ ഇതിനകത്ത് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട് വിത്ത് ടെമ്പറേച്ചർ. ഏതിലാ? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി. പിന്നെ നമ്മുടെ ആൽഫയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. നമ്മുടെ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ. ആ ടോപ്പിക്ക് നോക്കണം, അതായത് തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള ടോപ്പിക്ക്. പിന്നെ സ്റ്റെഫാൻസ് ലോ, അതുപോലെ ഒരു ലോയും കൂടെ ഉണ്ടല്ലോ, വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. പിന്നെ തെർമൽ പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന സി പി, സി വി, ഗാമ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, പിന്നെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി അറിയാലോ, F/2 kBT ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെയും. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി പി സി വിയുടെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. തെർമോഡൈനാമിക് പ്രോസസ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. പിന്നെ ഈ കൈനറ്റിക് തിയറിയുടെ ഈ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. മിക്കവാറും ഇക്വിപാർട്ടീഷൻ തിയറിയുടെ ടോപ്പിക് ആയിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കമ്പൽസറി ആയിട്ട് പഠിക്കണം. അടുത്ത ലാസ്റ്റ് 11ാമത്തെ നമ്മുടെ ലാസ്റ്റ് വേവ്സ് ആൻഡ് ഓസിലേഷൻ ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ചേർത്താൻ പറയാൻ പോകുന്നത്. വേവ്സ് ഓസിലേഷനിൽ നിന്ന് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ബീറ്റ് പഠിക്കണം. ബീറ്റ് പഠിച്ച ശേഷം ഡോപ്ലർ എഫക്റ്റ് നോക്കണം. ബീറ്റ്, ഡോപ്ലർ എഫക്റ്റ്. ബീറ്റിനകത്ത് ഇക്വേഷൻ F1 - F2 F2 - F1 ആവാം, പക്ഷെ അതിനകത്ത് ഡിഫറെൻറ്റ് കേസുകളുണ്ട്. അത് പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ബീറ്റ് അല്ലെങ്കിൽ ഡോപ്ലർ എഫക്റ്റ്. പിന്നെ ഓർഗൻ പൈപ്പ്, അത് പഠിച്ചു കഴിഞ്ഞാൽ ഓർഗൻ പൈപ്പ്. ഓർഗൻ പൈപ്പിനകത്ത് ക്ലോസ്ഡും ഓപ്പണും പഠിക്കാൻ എളുപ്പമാണ്. ക്ലോസ്ഡ് പൈപ്പും ഓപ്പൺ പൈപ്പും. പിന്നെ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ സ്ട്രിങ് √T/m. പിന്നെ ഇവിടെ നിന്ന് വേണ്ടത് സ്റ്റേഷനറി വേവിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. സ്റ്റേഷനറി വേവിന്റെ പ്രോപ്പർട്ടി പഠിക്കണം. പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ, അതിൽ നിന്ന് ടേംസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ എന്താ? y = a sin ωt + kx. ഇതിനകത്ത് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ചോദിച്ചാൽ എന്ത് ചെയ്യും? പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ചോദിച്ചാൽ വെലോസിറ്റി dy/dt. പാർട്ടിക്കിൾ വെലോസിറ്റി. വേവ് വെലോസിറ്റി ω/k. പ്രോബ്ലം ചോദിക്കുന്നതാണേ. ഇത്രയും വേവ്സിൽ നിന്ന് നോക്കണം. SHM-ുമായിട്ട് ബന്ധപ്പെട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇത്രയും ടേംസ്, ഇവരുടെ ഇക്വേഷൻ, അതുപോലെ ഇവരുടെ ഫേസുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓരോരുത്തരുടെയും ഫേസ് ഡിഫറൻസ്, ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിൽ എത്ര?
ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിൽ എത്ര, ഇവരുടെ കറക്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത് എവിടെ, മിനിമം ആകുന്നത് എവിടെ, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം. പിന്നെ ഇവിടുന്ന് സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ. സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ ടൈം പീരീഡ് അറിയാലോ, T = 2π√m/k എഫക്റ്റീവ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് K എഫക്റ്റീവ് മാറും, സീരീസ്, പാരലൽ. അപ്പോൾ SHMനകത്ത് എക്സ്, വി, എ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അവരുടെ ഓരോരുത്തരുടെയും ചേഞ്ച് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. നോട്ട് ചെയ്തോ? ഓക്കെ. ഇനി +2 ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. +2 ടോപ്പിക്സ് പറയുന്നു. ആദ്യം നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം. പിന്നെ K ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, F വാക്വം ബൈ F മീഡിയം, അതിൻ്റെ പ്രോബ്ലം. ഇക്വിലിബ്രിയം ഓഫ് ചാർജസ്, ഇക്വിലിബ്രിയം ഓഫ് ചാർജസ്. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനുകൾ ഏതിൻ്റെയൊക്കെയെന്ന് അറിയാമോ? ഷെല്ല്, സോളിഡ് സ്ഫിയർ, ലൈൻ ചാർജ്, ഷീറ്റ്. ഇത്രയുമാണ് NCERT പറയുന്നത്. ഇത്രയും കാര്യങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡും ഗ്രാഫും പഠിച്ചിരിക്കണം. ഇനി ഇതേ യൂണിറ്റിൽ തന്നെയാണ് പൊട്ടൻഷ്യൽ വരിക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ ബോഡികളുടെ എല്ലാം പൊട്ടൻഷ്യൽ പഠിക്കണം. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ പഠിക്കണം. ഡൈഇലക്ട്രിക്സിനെ കുറിച്ച് നല്ലതുപോലെ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഡൈഇലക്ട്രിക്സ് അല്ലെങ്കിൽ പിന്നെ കപ്പാസിറ്ററിൽ നിന്നായിരിക്കും. കപ്പാസിറ്ററിനകത്ത് അതിൻ്റെ എനർജി അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നായിരിക്കും. ഈ രണ്ട് ചാപ്റ്ററും കൂടെ ചേർന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ കൂടുതൽ വരാം. അടുത്തത് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ. ഇലക്ട്രിസിറ്റി എന്നുള്ള യൂണിറ്റിൽ നിന്ന് വരാവുന്ന കാര്യങ്ങൾ: ഡ്രിഫ്റ്റ് വെലോസിറ്റി, മൊബിലിറ്റി, പിന്നെ വരാവുന്നത് സെല്ല്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കളർ കോഡ് റെസിസ്റ്റർ. എല്ലാ നീറ്റ് പരീക്ഷയ്ക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കീമിന് ചോദിച്ച പോലെ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന ചിലപ്പോൾ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ഡ്രിഫ്റ്റ് വെലോസിറ്റി, മൊബിലിറ്റി, സെല്ല്, കളർ കോഡ്, ഇത്രയും ടോപ്പിക്സ് മാറ്റി നിർത്തിയാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ചില മെഷറിംഗ് ഡിവൈസുകളുടേതാണ്. അതായത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രോബ്ലം, മീറ്റർ ബ്രിഡ്ജിന്റെ പ്രോബ്ലം, പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രോബ്ലം. ഇത് നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. പക്ഷേ ഇതെന്താണ് സാധനം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളിനെ എഴുതാൻ പറ്റും. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, ഏതെങ്കിലും ഒരു മെഷറിംഗ് ഡിവൈസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലാതെ ചോദിക്കുന്നെങ്കിൽ പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും ഒക്കെ തമ്മിൽ റിലേഷൻ ഉണ്ടേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ I = അവൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ വരും, ടെമ്പറേച്ചർ കൂടിയാൽ കറണ്ടിന് എന്ത് പറ്റും, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് പറ്റും, അങ്ങനെയുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ അറിയണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാലോ? ഡ്രിഫ്റ്റ് വെലോസിറ്റി അറിഞ്ഞൂടെ?
ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് പറ്റും, റെസിസ്റ്റൻസിന് എന്ത് പറ്റും, റെസിസ്റ്റിവിറ്റിക്ക് എന്ത് പറ്റും. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഇനി മാഗ്നറ്റിസം എന്നുള്ള ടോപ്പിക്കാണ്. മാഗ്നറ്റിസത്തിൽ 2 ചാപ്റ്ററുകളാണ് നമുക്ക് വരുന്നത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ആ മൂവിങ് ചാർജസിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയ സോളിനോയിഡ്, ടോറോയിഡ്, സ്ട്രെയിറ്റ് വയർ. അതായത് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇവരുടെ മാഗ്നറ്റിക് ഫീൽഡ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാ പറയുന്നത്. പിന്നെ നമുക്ക് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ F = ബിൽ സൈൻ തീറ്റ, കണ്ടക്ടറിൽ കിട്ടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ചാർജിൽ കിട്ടുന്ന ഫോഴ്സ്. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് തന്നെ ഡയറക്റ്റ് നമുക്ക് ചോദിക്കാം. ബിൽ സൈൻ തീറ്റ, അതുപോലെ QVB സൈൻ തീറ്റ. പിന്നെ സൈക്ലോട്രോണിന്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, mv²/r = QVB. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ടൈം പീരീഡോ ഫ്രീക്വൻസിയോ കൈനറ്റിക് എനർജിയോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതൽ. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 2 പാരലൽ വയേഴ്സ് നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ പാരലൽ കറണ്ടാണ് ഇതിലൂടെ പോകുന്നതെങ്കിൽ അവിടുത്തെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇക്വേഷൻ. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇക്വേഷൻ μ0 I1I2/2πr അല്ലേ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. മറക്കരുത് ഇക്വേഷൻ. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ചോദിക്കാം. ഇതിന്റെ ഈ 2 കണ്ടക്ടറുകൾക്ക് ഇടയിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിക്കാം. 2 കറണ്ടും പാരലൽ ആണെങ്കിൽ ഇവിടുത്തെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? 0 ആയിരിക്കില്ലേ? എക്സാക്ട് സെന്ററിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവും. കാരണം ഒരാളുടെ ഫീൽഡ് ഇൻടു ദ പ്ലെയിനും മറ്റേയാളുടെ ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ്. രണ്ടിലൂടെയും പോകുന്ന കറണ്ടുകൾ സെയിം ആണെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. കറണ്ടുകൾ സെയിം ആണെങ്കിലാണ്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ഇതിനകത്തും മെഷറിംഗ് ഡിവൈസുകൾ വരുന്നുണ്ട്. ഈ മെഷറിംഗ് ഡിവൈസുകൾ എന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കേണ്ടതാണ്. മെഷറിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്യാൽവനോമീറ്റർ, പിന്നെ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ. ഈ 3 പേരുടെ കേസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാൽവനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാം, എങ്ങനെ അമ്മീറ്റർ ആക്കാം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ഈ വോൾട്ട് മീറ്ററും അമ്മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന 2 ടേമുകളാണ്. ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റി, മറ്റൊന്ന് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഈ ചാപ്റ്ററിന് ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് EMI ആൻഡ് AC. EMI ആൻഡ് AC. EMIയിൽ നിന്ന് ചോദിക്കാവുന്നത് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഒരു കേസ്, ഒരു പ്രോബ്ലം ചോദിക്കാം. ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ EMF എന്ന് പറയുമ്പോൾ അത് പല രീതികളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നമുക്ക് EMFന് -dφ/dt എന്ന ലെൻസസിലെ ഒരു ഇക്വേഷൻ ഉണ്ട്. മോഷണൽ EMF ആണെങ്കിൽ അതിന് BLV എന്ന ഇക്വേഷൻ ഉണ്ട്. ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണെങ്കിൽ ½ L² ഒമേഗ എന്ന ഇക്വേഷൻ ഉണ്ട്. ഒരു റോഡ് ആണെങ്കിൽ ½ L², ഡിസ്ക് ആണെങ്കിൽ ½ R² ഒമേഗ. ഇങ്ങനെ നിരവധി ഇക്വേഷനുകളുണ്ട് ഇൻഡ്യൂസ്ഡ് EMF. ഇനി സെൽഫ് ഇൻഡക്ഷനിലാണെങ്കിൽ അത് -L × di/dt ആണ്. ഇങ്ങനെ നിരവധി ഇക്വേഷനുകൾ EMFനുണ്ട്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് EMF കണ്ടുപിടിക്കാനായിരിക്കില്ല, ചിലപ്പോൾ കറണ്ടിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ EMFനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇൻഡ്യൂസ്ഡ് ചാർജ് ആണ് ചോദിക്കുന്നതെങ്കിലോ അത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് ചാർജ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സെൽഫ് ഇൻഡക്ഷൻ, അതുപോലെ സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് പഠിച്ചിട്ടുണ്ട്. L = μ0n²L. ഇപ്പൊ കീമിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു സോളിനോയിഡിന്റെ ഉള്ളിൽ നമ്മളൊരു മെറ്റീരിയലിനെ കയറ്റി വെച്ചാൽ ഇൻഡക്റ്റൻസ് ഇത്രയായിട്ട് മാറി എങ്കിൽ അയാളുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തോ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനകത്തൊരു മീഡിയത്തെ കയറ്റി വെച്ചാൽ ഇൻഡക്റ്റൻസ് എന്തായി മാറും?
മ്യൂ സീറോ എന്നുള്ളത് മാറി മ്യൂ സീറോ മ്യൂ ആർ എൻ സ്ക്വയർ എ എൽ ആകും. അപ്പോൾ മ്യൂ ആർ എന്ന് പറയുന്നത് എന്താണ്? പുതിയ ഇൻഡക്റ്റൻസ് ഡിവൈഡഡ് ബൈ പഴയ ഇൻഡക്റ്റൻസ്. ഇനി ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എത്രയാ? ഹാഫ് എൽ ഐ സ്ക്വയർ. അല്ലെങ്കിൽ ഇവിടുത്തെ എനർജി ഡെൻസിറ്റി ചോദിക്കാം. ഇവിടുത്തെ എനർജി ഡെൻസിറ്റി എന്താ? എനർജി ഡെൻസിറ്റി ബി സ്ക്വയർ ബൈ 2 മ്യൂ സീറോ അല്ലേ? ഇനി കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എഡ്ഡി കറണ്ടിന്റെ ആപ്ലിക്കേഷൻ. എഡ്ഡി കറണ്ടിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ കഴിഞ്ഞ കീമിനും കൂടി ചോദിച്ചു. എഡ്ഡി കറണ്ടിന്റെ ആപ്ലിക്കേഷൻ വരാത്തത് എവിടെയാണ്? കഴിഞ്ഞ നീറ്റിനും അത് തന്നെയാണ് ചോദിച്ചത്. അല്ല, കഴിഞ്ഞ നീറ്റിനാണോ അതിന്റെ മുന്നത്തെ നീറ്റിലാണോ? എഡ്ഡി കറണ്ട് അപ്ലൈ ചെയ്യാത്ത, ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ഡിവൈസ് ഏത്? അപ്പൊ എഡ്ഡി കറണ്ട് എന്നുള്ള ടോപ്പിക്സ് നോക്കണം. ഇത്രയും നോട്ട് ചെയ്തോ. ഇനി ആ എ സി ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാ? നമ്മുടെ RMS വാല്യൂ, അതുപോലെ പീക്ക് വാല്യൂ, പിന്നീട് എ സി സർക്യൂട്ടുകളുടെ എല്ലാവരുടെയും പവറിന്റെ കോമൺ ഇക്വേഷൻ എന്താ? VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. അപ്പോൾ ഓരോ സർക്യൂട്ടിന്റെയും കോസ് ഫൈ അഥവാ പവർ ഫാക്ടർ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് ഓരോ സർക്യൂട്ടിന്റെയും പവർ പറയാൻ പറ്റും. ഇപ്പൊ കീമിന് ചോദിച്ചത്, നമുക്ക് 4 സർക്യൂട്ടുകൾ തന്നിട്ട് ഏതിലാണ് മാക്സിമം പവർ ഡിസിപ്പേറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. മാക്സിമം പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? മാക്സിമം പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് പ്യുവർ റെസിസ്റ്ററിലാണ്. കാരണം ഈ കോസ് ഫൈക്ക് മാക്സിമം വാല്യൂ കിട്ടുന്ന സർക്യൂട്ട് ഏതാ? ഫേസ് ഡിഫറൻസ് 0 വരുന്ന സർക്യൂട്ടിലായിരിക്കില്ലേ? അപ്പോഴല്ലേ കോസ് ഫൈക്ക് അതിന്റെ മാക്സിമം വാല്യൂ +1 കിട്ടൂ. അപ്പൊ എ സി സർക്യൂട്ടിൽ RMS, പീക്ക്, പവർ, അതുപോലെ ആവറേജ് വാല്യൂ, പിന്നെ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ ഇക്വേഷൻ കിട്ടിയാൽ അതിൽ നിന്ന് ഡേറ്റ കണ്ടുപിടിക്കാൻ അറിയണം. പിന്നെ ഏത് സർക്യൂട്ടാണ് ലീഡ് ചെയ്യുന്നത്, ലാഗ് ചെയ്യുന്നത്, അതായത് നമ്മുടെ എ സി സർക്യൂട്ടുകളെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. ആകെ 4 സർക്യൂട്ടുകളെ നമുക്ക് NCERT-യിലുള്ളൂ. പ്യുവർ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, പിന്നെ LCR. LCR സർക്യൂട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി LCR നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് റെസൊണൻസ് കണ്ടീഷൻ പഠിക്കണം. റെസൊണൻസ് കണ്ടീഷൻ പഠിക്കുമ്പോൾ Q വാല്യൂ ക്വാളിറ്റി ഫാക്ടർ പഠിക്കണം. ക്വാളിറ്റി ഫാക്ടർ ഇക്വേഷൻ എന്താ? 1/R × √L/C. പിന്നെ അതിനകത്ത് വേണ്ടത് LC ഓസിലേറ്റർ. LC ഓസിലേഷന്റെയും റെസൊണൻസിന്റെയും ഫ്രീക്വൻസി എത്രയാണ്? 1/2π√LC. പ്രോബ്ലം ചോദിച്ചിപ്പോൾ കണ്ടിട്ടില്ല കുറച്ച് വർഷങ്ങളായിട്ട്, എങ്കിലും ഇത് ഓർത്തിരിക്കണം. പിന്നെ ഇതിനകത്തുള്ള എളുപ്പമുള്ളൊരു ടോപ്പിക്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാവുന്നത് ട്രാൻസ്ഫോമർ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ട്രാൻസ്ഫോമർ വരാം. ട്രാൻസ്ഫോമർ നമുക്ക് ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ, ഏതാ? VS/VP = NS/NP = IP/IS. ട്രാൻസ്ഫോമറിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ഫെറോ മാഗ്നറ്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഇത്രയുമാണ് AC ചാപ്റ്റർ എന്ന് നോക്കേണ്ടത്. ഇൻഡക്ഷൻ AC യൂണിറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു 4 ക്വസ്റ്റ്യനോളം വരും. ഇൻഡക്ഷനും AC കൂടെ ചേർത്തിട്ട് ഏതാണ്ട് 4ഓളം ക്വസ്റ്റ്യൻസ് വരും. 3 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് വരും. അടുത്തത് 1 മാർക്കിന്റെ, സോറി 1 മാർക്കല്ല, ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിനകത്ത് പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം.
EM വേവ്സിന്റെ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം, ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടില്ലേ? EM വേവ്സിന്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? ഫേസ് ഡിഫറൻസ് 0. പക്ഷെ അവർ വൈബ്രേറ്റ് ചെയ്യുന്ന പ്ലെയിനുകൾ π/2 90 ഡിഗ്രിയിൽ. അതായിരുന്നു റൈറ്റ് ഓപ്ഷൻ. അപ്പോൾ EM വേവ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് പഠിക്കണം. അതായത് എനർജി ഡെൻസിറ്റിയുടെ റേഷ്യോ എത്രയാണ്? എനർജി ഡെൻസിറ്റി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടു മാഗ്നറ്റിക് ഫീൽഡ് 1:1. ഇപ്പോൾ കഴിഞ്ഞ നീറ്റിന് ചോദിച്ചതാണേ. അതുപോലെ വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ ഇക്വേഷൻ എന്താ? 1/√μ0ε0. അപ്പൊ C/V എന്ന് പറഞ്ഞാൽ ആരാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതിനെ നമുക്ക് μr × εr എന്ന് എഴുതാം. അപ്പൊ EM വേവ്സുമായിട്ട് പഠിച്ചിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും വായിച്ചു നോക്കുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. EM വേവ്സിലെ ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് മാത്രം വരണം. ഇനി വരാൻ പോകുന്നത് രണ്ടെണ്ണമാണ്, റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് രണ്ടും രണ്ട് വലിയ ചാപ്റ്ററുകളാണ്. ഇനി നമുക്കത് ഫുൾ വായിച്ച് പഠിച്ച് പ്രോബ്ലം ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഞാൻ പറയുന്ന ഇത്രയും ടോപ്പിക്സ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. റേ ഒപ്റ്റിക്സിനകത്ത് നിങ്ങൾ ആദ്യം കവർ ചെയ്യേണ്ട ടോപ്പിക്ക് പ്രിസം. പ്രിസത്തിന്റെ ടോപ്പിക് കംപ്ലീറ്റ് ആയി പഠിച്ചിരിക്കണം. പ്രിസത്തിന്റെ പഠിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, അത് സ്മോൾ ആംഗിൾഡ് പ്രിസത്തിന് ഡീവിയേഷൻ എത്രയാ? സ്മോൾ ആംഗിൾഡ് പ്രിസം n-1 × a അല്ലേ? അതുപോലെ അവരുടെ ഡിസ്പേഴ്സീവ് പവർ, പ്രിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. I+E - 2a പഠിച്ചിട്ടില്ലേ ഡീവിയേഷൻ? പ്രിസവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. പിന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു 4 എണ്ണം. ഏതൊക്കെയാ? മൈക്രോസ്കോപ്പ് 2 എണ്ണം, സിമ്പിളും കോമ്പൗണ്ടും. അതുപോലെ ടെലസ്കോപ്പ് 2 എണ്ണം. ഏതൊക്കെയാ? റിഫ്ലക്റ്റിങ്ങും റിഫ്രാക്റ്റിങ്ങും. പിന്നെ ഇതിനകത്ത് നോക്കേണ്ടത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിന് എളുപ്പമുള്ള ടോപ്പിക് അല്ലേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് പ്രിസം കംപ്ലീറ്റ് പഠിക്കണം. എന്നിട്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നോട്ട് ചെയ്തോ? ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്തുള്ള ലെൻസിന്റെ കോമ്പിനേഷൻ, ലെൻസിനെ ഒരു മീഡിയത്തിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നത്, ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് ഇമേഴ്സ് ചെയ്താൽ അതിന്റെ നേച്ചർ തിരിയും, കോൺകേവ് വെക്സായി മാറും. സെയിം ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്താൽ അത് എന്തായി മാറും? ഇൻവിസിബിളായി മാറും. അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടില്ലേ? പിന്നെ നിങ്ങൾ സമയം കിട്ടിയാൽ ആദ്യത്തെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇതുകൂടി നോക്കാം. ഇത് മാത്രമല്ല, ഇത് മുതലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ബാക്കി നോക്കാം, ഇത്രയും പഠിച്ചു കഴിഞ്ഞവർക്ക്. ഓക്കെ. ഇനി വേവ് ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ ബീറ്റ, അതുപോലെ ഫ്രിഞ്ച് ഷിഫ്റ്റിനുണ്ടാവുന്ന ചേഞ്ചസ്, ഓരോ കേസസിനനുസരിച്ച് ഫ്രിഞ്ചസിനുണ്ടാകുന്ന ചേഞ്ചുകൾ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, അത് കംപ്ലീറ്റ് പഠിക്കണം. അതായത് ബീറ്റയുടെ ഇക്വേഷൻ, ഒരു ഫ്രിഞ്ചിന്റെ പൊസിഷൻ, ഫ്രിഞ്ചിന്റെ ഷിഫ്റ്റ് എത്രയാണ്, അതൊക്കെ നോട്ട്ബുക്കിലുണ്ട് നമ്മുടെ. ഫ്രിഞ്ച് ഷിഫ്റ്റ്, അവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് n1 λ1 = n2 λ2. λ1 വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ n1 ഫ്രിഞ്ചസ് കിട്ടിയാൽ λ2 എന്നുള്ള വേവ് ലെങ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് n2 നമ്പർ ഓഫ് ഫ്രിഞ്ചസ് കിട്ടും.
അതിനുശേഷം പിന്നെ നോക്കേണ്ടത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സിനകത്താണ് രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യുന്നതും അതിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. y1 = a1 sin omega t, അടുത്ത y2 = a2 sin omega t plus 5. അപ്പോൾ അവർ കൺസ്ട്രക്റ്റീവ് ആകുന്നത് എങ്ങനെ, ഡിസ്ട്രക്റ്റീവ് ആകുന്നത് എങ്ങനെ, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സിൽ നിന്നാണ് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് പോയി നേരെ പഠിക്കേണ്ട സാധനം പോളറൈസേഷൻ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എളുപ്പമുള്ള ടോപ്പിക്കാണ് പോളറൈസേഷൻ. ഇതിനകത്ത് വരുന്ന രണ്ട് സാധനങ്ങൾ, ഒന്ന് ടാൻ ഐ പി = റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇപ്പോൾ കഴിഞ്ഞ കീമിന് കൂടി ചോദിച്ചു. പിന്നെ ഒരെണ്ണം നമ്മുടെ മാലസ് ലോ. പിന്നെ ഡിഫ്രാക്ഷന്റെ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത്, സെൻട്രൽ മാക്സിമം, പിന്നെ സെക്കൻഡറി മാക്സിമം മിനിമം. ഇതൊക്കെ ഇവരുടെ കണ്ടീഷനോ അവരുടെ വാല്യൂസോ മാത്രം പഠിച്ചാൽ മതി. ഇനി ഇതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആൻഡ് റിസോൾവിംഗ് പവർ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും റിസോൾവിംഗ് പവർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം. ഈ സാധനം പഠിച്ചിട്ടേ വേറെ എന്തും പഠിക്കാവൂ. കാരണം മിക്കവാറും വർഷങ്ങളിലെല്ലാം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആൻഡ് റിസോൾവ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് രണ്ടുപേരുടെ കേസിലും പഠിക്കണം. ഏതൊക്കെയാ? ടെലസ്കോപ്പും ഉണ്ട്, മൈക്രോസ്കോപ്പും ഉണ്ട്. ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ഇത് രണ്ടെണ്ണം കമ്പൽസറി ആയിട്ട് പഠിക്കണേ. ഞാനിത് ആദ്യം പറയാൻ വിട്ടുപോയി. ഇത് പഠിച്ചിട്ടേ വേറെ എന്തും പഠിക്കാവൂ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും അതിനുശേഷം പഠിച്ചാൽ മതി. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും റിസോൾവിംഗ് പവർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി മോഡേൺ ഫിസിക്സിലേക്ക് വന്നാൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അറിയാലോ. H nu = H0 plus maximum kinetic energy E into stopping potential. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ പ്രോബ്ലത്തിന് ചോദിക്കുക. hc/λ എന്ന് എഴുതാം, ഇതിനെ hc/λ0 എന്ന് എഴുതാം, പ്ലസ് E into Vs എന്ന് എഴുതാം. ഇവിടുത്തെ hcയുടെ വാല്യൂ എത്രയാ? ഈ hcക്ക് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ മറന്നോ? അതൊക്കെ hcക്ക് കൊടുക്കേണ്ട വാല്യൂ 12400. എപ്പോഴാ? വേവ് ലെങ്ത് ലാംഡ ആങ്സ്ട്രത്തിലാണ് തന്നിരിക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ hcക്ക് എന്ത് കൊടുക്കണം? 1240 കൊടുക്കണം, ലാംഡ നാനോമീറ്ററിലാണെങ്കിൽ. മറന്നു പോരുതേ. ഇവിടെ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കീമിന് ചോദിച്ചു, കഴിഞ്ഞ നീറ്റിന് ചോദിച്ചു. കഴിഞ്ഞ നീറ്റിന് ചോദിച്ചത് ഒരു ഫ്രീക്വൻസി തന്നിട്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആണെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കണം വന്ന് വീഴുന്ന ഫ്രീക്വൻസി. ആ ക്വസ്റ്റ്യനിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവായിരുന്നു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല എന്നുള്ളതായിരുന്നു ആൻസർ കഴിഞ്ഞ നീറ്റിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതിൻ്റെ ഇക്വേഷൻ, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറി പാർട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് വരുന്ന ചാപ്റ്ററാണ് ആറ്റം. ആറ്റത്തിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഹൈഡ്രജൻ സ്പെക്ട്രം.
ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സീരീസ് കാര്യങ്ങൾ അതിൻ്റെ ലാംഡ മാക്സ് ലാംഡ മിനിമം നമ്മുടെ ലെയ്മാൻ ബാമർ പാഷൻ ബ്രാക്കറ്റ് സീരീസുകൾ അറിയാം. അവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ടത് ലാംഡ മാക്സിൻ്റെയും ലാംഡ മിനിമവും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പ്രോബ്ലം ചെയ്യണം. പിന്നെ ഇവിടുന്ന് വേണ്ടത് ഈ ആറ്റവുമായി ബന്ധപ്പെട്ട അതിൻ്റെ എനർജി, റിവോൾവിംഗ് ഇലക്ട്രോണുകളുടെ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ കഴിഞ്ഞ കീമിന് കൂടി ചോദിച്ചതാണ്. ടോട്ടൽ എനർജി കെ ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? മൈനസ് കെ ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? മൈനസ് കെ. അപ്പോൾ ഈ ഒരു ആറ്റത്തിൻ്റെ കേസിൽ ഈ ടോപ്പിക്ക് പഠിക്കുക. പിന്നെ ബോറിൻ്റെ ആറ്റം മോഡൽ എളുപ്പമാണ്, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതുകൊണ്ട് എളുപ്പമാണ്. ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ്, അതുപോലെ റുദർഫോർഡിൻ്റെ ലിമിറ്റേഷൻ. കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് കളയാൻ പറ്റുന്നതല്ല, വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊന്നും കൊണ്ടുപോയി തെറ്റിക്കരുത്. ബോർ ആറ്റം മോഡൽ, അതൊരു ലിമിറ്റേഷൻ, ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അറിയാലോ. ആംഗുലാർ മൊമെന്റം L = NH/2π. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഏതാണ്ട് ഒരു 4-5ഓളം ക്വസ്റ്റ്യൻസ് വരേണ്ടതാണ് ഈ മോഡേൺ ഫിസിക്സ് എന്ന്. അടുത്തത് ന്യൂക്ലിയൈ. ന്യൂക്ലിയൈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടല്ലോ, റേഡിയോ ആക്റ്റീവ് ഡീകേ. റേഡിയോ ആക്റ്റീവ് ഡീകേയിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, N/N0 = 1/2n. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു 3-4 ചെയ്ത് പഠിച്ചേക്കുക. റേഡിയോ ആക്റ്റീവ് ഡീകേ N/N0 = 1/2n. അവിടുത്തെ 1/2n ആരാ? ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ 1 ഹാഫ് ലൈഫ്. ഇതിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചേക്കണം. ഇനി ഇവിടുന്ന് അടുത്ത പഠിക്കേണ്ടത് ആൽഫ ബീറ്റ ഗാമ. എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ നടക്കുന്ന ചേഞ്ച് എന്താണ്? അറ്റോമിക് നമ്പർ എന്ത് ചേഞ്ച് ചെയ്യും? മാസ് നമ്പറിന് എങ്ങനെ ചേഞ്ച് ഉണ്ടാവും? ആര് പുറത്തു വരും? പുറത്തേക്ക് പോകുന്ന ആളുടെ എനർജി എത്ര? അങ്ങനെയുള്ള ആൽഫ ബീറ്റ ഗാമ അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അയണൈസേഷൻ പവർ കൂടുതലാർക്ക്, പെനിട്രേറ്റിംഗ് പവർ കൂടുതലാർക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. പിന്നെ ഒരു ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ചില ബേസിക് പ്രോപ്പർട്ടികളുണ്ടല്ലോ. ന്യൂക്ലിയസിൻ്റെ ചില ബേസിക് പ്രോപ്പർട്ടികൾ എന്തൊക്കെയാ? ന്യൂക്ലിയർ റേഡിയസും മാസ് നമ്പറും തമ്മിൽ എന്താണ് റിലേഷൻ? അതുപോലെ വോളിയവും മാസ് നമ്പറും തമ്മിൽ എന്താണ് റിലേഷൻ? ഇപ്പോൾ കഴിഞ്ഞ കീമിന് ചോദിച്ചത് എങ്ങനെയായിരുന്നു? ന്യൂക്ലിയർ ഡെൻസിറ്റിയും മാസ് നമ്പറും തമ്മിൽ എന്താ റിലേഷൻ? ന്യൂക്ലിയർ ഡെൻസിറ്റിക്ക് മാസ് നമ്പറുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ ഏത് 2 ന്യൂക്ലിയസുകൾ എടുത്താലും ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ റേഷ്യോ 1:1 ആയിരിക്കും. അതാണ് ഇപ്പോൾ ചോദിച്ചത് കീമിന്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂക്ലിയസിൻ്റെ ചില കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ചില കോമൺ ക്യാരക്ടേഴ്സ്. അത് നോൺ കൺസർവേറ്റീവ് ആണ്, നോൺ സെൻട്രൽ ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ന്യൂക്ലിയർ ഫോഴ്സുമായി ബന്ധപ്പെട്ടത്. ഇത്രയുമാകുമ്പോൾ മോഡേൺ ഫിസിക്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകളെല്ലാമായി. നോട്ട് ചെയ്തോ? ഓക്കെ. ഇനി ഇതിനകത്ത് വരുന്നത് നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസസ്. ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം 2 ക്വസ്റ്റ്യൻസ് വരെ കിട്ടാം. 2 or 3 മിനിമം 2 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് കിട്ടും. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ഡയോഡുകളെല്ലാം പഠിക്കണം. ഡയോഡുകളെല്ലാം എന്ന് പറയുമ്പോൾ PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED, അതുപോലെ ഫോട്ടോ സെല്ല്. ഇപ്പോൾ കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? LED ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. LED ഉണ്ടാക്കാൻ ഏതുണ്ട്? നമ്മൾ പഠിപ്പിക്കുമ്പോഴെല്ലാം പറയുന്നതാണ് ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്.
ഒരു മെറ്റീരിയലാണ്. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ LED എനർജി ഗ്യാപ്പും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റും. മറക്കരുത്, എനർജി ഗ്യാപ്പ്, എനർജി നമുക്ക് Hν എന്ന് എഴുതാം. Hν Hc/λ എന്ന് എഴുതിയാൽ ലാംഡ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എനർജി ഗ്യാപ്പ് അവർ തന്നിരിക്കും. അപ്പോൾ അത് ഏത് കളർ ഓഫ് ലൈറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. PN ജംഗ്ഷൻ ഡയോഡ് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, അവരുടെ എഫിഷ്യൻസി, ഔട്ട്പുട്ട് ഇൻപുട്ട് ഫ്രീക്വൻസികൾ നോക്കണം. പിന്നെ ഫോട്ടോ ഡയോഡിൻ്റെയൊക്കെ കോമൺ ക്യാരക്ടേഴ്സ്. ഇനി സെമി കണ്ടക്ടേഴ്സിനകത്ത് നിങ്ങൾ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്തുള്ള ഡ്രിഫ്റ്റ് കറണ്ട്, ഡിഫ്യൂഷൻ കറണ്ട്, അതുപോലെ ജംഗ്ഷന്റെ ബ്രേക്ക് ഡൗൺ, ആ വക കാര്യങ്ങളുടെ തിയറി അറിഞ്ഞിരിക്കണം. പിന്നെ അതിനകത്ത് P ടൈപ്പ്, N ടൈപ്പ് എങ്ങനെയാണ് ഇവരുണ്ടാവുന്നത്, അതിൽ ആരാണ് മെജോറിറ്റി മൈനോറിറ്റി, അങ്ങനെയുള്ള തിയറി പാർട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കീമിന് വീണ്ടും ചോദിച്ചിരുന്നു എന്താണ് ഈ ഹോളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ഓപ്ഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ട്രാൻസിസ്റ്ററുകളാണ്. NPN ഉം PNP യും. നമുക്ക് ഇതിനകത്ത് NPN ട്രാൻസിസ്റ്റർ വേണം. ഇതിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ 99% സാധ്യതയുള്ളത് കറണ്ട് ഗെയിനുമായി ബന്ധപ്പെട്ടതാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ. നമ്മൾ ആൽഫയും ബീറ്റയും പഠിച്ചിട്ടില്ലേ? ആൽഫ ബീറ്റ. ഇപ്പോൾ കീമിന് ചോദിച്ചത് ആൽഫയാണ്. കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ നീറ്റിനും ചോദിച്ചിട്ടുണ്ട് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ആൽഫ ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ IC IB കണ്ടുപിടിക്കാം, IE കണ്ടുപിടിക്കാം. എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണെന്നറിയണം. ഇനി ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു സാധനം, നീറ്റ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നത് ലോജിക് ഗേറ്റുകളാണ്. അധികം ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഗേറ്റ് ചോദിക്കാറുണ്ട്, ലോജിക് ഗേറ്റ്. ലോജിക് ഗേറ്റിനകത്ത് വരുമ്പോൾ കോമ്പിനേഷൻ ആയിരിക്കും വരിക. ആൻഡോ, ഓറോ, നോട്ടോ, ഇവരുടെയൊക്കെ കോമ്പിനേഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരിക. നോട്ട് ചെയ്തോ ഇത്രയും കാര്യങ്ങൾ? എല്ലാവരും ഓക്കെ. അപ്പൊ നോക്കിയേ, +2 നമ്മൾ പറഞ്ഞ 11 ടോപ്പിക്ക്, 11 യൂണിറ്റുകൾ +2 11 യൂണിറ്റും, സോറി +1 11 യൂണിറ്റും, അതുപോലെ നമ്മുടെ +2 8 യൂണിറ്റും. അപ്പോൾ മൊത്തം എത്ര യൂണിറ്റ് ആയി? 11 +1 8 യൂണിറ്റ് +2 കൂടെ ചേർന്ന് ടോട്ടൽ 19 യൂണിറ്റുകൾ. 19 യൂണിറ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഏതാണ്ട് 34 ദിവസമാണ് ഉള്ളത് നീറ്റിന്. അപ്പോൾ ഈ 19 യൂണിറ്റിലെയും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് പഠിച്ചാൽ.